നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. നെന്മാറ ഇരട്ടക്കൊലപാതകം പ്രതി ചെന്താമരയ്ക്ക് നാട് ആഗ്രഹിച്ച തൂക്കുകയർ. വിവാദങ്ങൾ പാടെ തള്ളിയാണ് പാലക്കാട് സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് വിധി പ്രസ്താവന നടത്തിയത്. തൂക്കുകയറിന് പുറമെ 20 ലക്ഷം രൂപ പ്രതി കെട്ടിവെക്കണമെന്നും സുധാകരന്റെ മക്കൾക്ക് തുക നൽകണമെന്നും കോടതി. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും പ്രതി ഒരു തരത്തിലുള്ള ദയയും അർഹിക്കുന്നില്ലെന്നും സെഷൻസ് കോടതി. ചെന്താമരയ്ക്ക് വധശിക്ഷ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും വിധി നടപ്പിലാക്കുന്നതുവരെ ഭയമാണെന്നും സുധാകരന്റെ മക്കളായ അതുല്യയും അഖിലയും സജിതുരെ സഹോദരി സരിതയും. ചെന്താമര ജയിൽ ചാടാനുള്ള സാധ്യതയുണ്ടെന്നും കുടുംബം. സ്വച്ഛ് സർവേഷന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭ വരച്ച ചിത്രങ്ങൾക്ക് മുന്നിൽ റെയിൽവേ കോൺട്രാക്ട് നൽകിയ കരാറുകാരൻ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച വിഷയം കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി. രേഖാമൂലം ചിത്രം വരയ്ക്കാതിരുന്നത് നഗരസഭയുടെ ഉത്തരവാദിത്തമില്ലായ്മയായി പോയെന്ന് EP നന്ദകുമാർ. റെയിൽവേ നഗരസഭയോട് കാണിച്ച അധിക്ഷേപം പോലെയായിപ്പോയെന്ന് K കൃഷ്ണകുമാർ. വിഷയത്തിൽ നഗരസഭാ അധികൃതർ ഇടപെട്ടിട്ടുണ്ടെന്നും ഷൊർണൂരിലെത്തുന്ന ADRമുമായി സംസാരിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ അധികൃതർ. കൗൺസിൽ യോഗത്തിന് മുൻപാകെ വന്നത് ആകെ 46 അജണ്ടകൾ. ഒറ്റപ്പാലത്തു നിന്നും ചെറുപ്പളശ്ശേരി ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് പൂർണ്ണം. പണിമുടക്ക് ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട്. റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ഈ മാസം 27 മുതൽ അനിശ്ചിതകാല സമരമെന്നും ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതി. UDFനെ നിയന്ത്രിക്കുന്നത് RSSും BJPയുമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. രാഷ്ട്രീയ വിവരക്കേടിന്റെ പര്യായമായി K മുരളീധരൻ മാറിയെന്നും CPM ജില്ലാ സെക്രട്ടറി. CPIയിൽ നിന്നും മാതൃസംഘടനയിലേക്ക് തിരികെ വന്നവർക്ക് മണ്ണൂരിൽ ഉജ്ജ്വല സ്വീകരണമൊരുക്കി. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശപ്പോരിൽ പാലക്കാട് നഗരത്തിലും ആരാധകരുടെ ആഹ്ലാദ പ്രകടനം. പാലക്കാട് മേപ്പറമ്പിൽ പടക്കം പൊട്ടിച്ചും ജയാരവങ്ങൾ മുഴക്കിയും വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയും സ്പെയിൻ ആരാധകരുടെ ആഹ്ലാദ പ്രകടനം. വിജയാഹ്ലാദം അതിരുവിട്ടതിനെ തുടർന്ന് പാലക്കാട് കുളപ്പള്ളി പാതയിൽ ഗതാഗത തടസ്സം നീക്കിയത് പോലീസ് ഇടപെട്ടതിനെ തുടർന്ന്. വാർത്തകൾ വിശദമായി. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയ്ക്ക് നാട് ആഗ്രഹിച്ച തൂക്കുകയർ. പ്രതിവാദങ്ങൾ പാടെ തള്ളിയാണ് പാലക്കാട് സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് വിധി പ്രസ്താവന നടത്തിയത്. തൂക്കുകയറിന് പുറമെ 20 ലക്ഷം രൂപ പ്രതി കെട്ടിവെക്കണമെന്നും ഈ തുക സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി പറഞ്ഞു. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും പ്രതി ഒരു തരത്തിലുമുള്ള ദയ അർഹിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടി തിരുത്തംപാടം ബോയൻ കോളനിയിൽ സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും കൊലപാതകത്തിലാണ് പ്രതി ചെന്താമരയ്ക്ക് തൂക്കുകയർ വിധിച്ചത്. 450 പേജുള്ള കുറ്റപത്രത്തിൽ കേസിൽ 82 സാക്ഷികളെ വിസ്തരിച്ചു. 2019 ഓഗസ്റ്റ് 31 സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ചെന്താമര ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. പ്രതി ചെന്താമര കൊലപാതകത്തിന് വ്യക്തമായ പദ്ധതിയിട്ടുവെന്ന പ്രോസിക്യൂഷൻ വാദവും പ്രതി മാനസാന്തരപ്പെടാൻ സാധ്യതയില്ലെന്ന മാനസികരോഗ വിദഗ്ധന്റെ റിപ്പോർട്ടും പരിഗണിച്ച കോടതി പ്രതി സമൂഹത്തിന് ശല്യക്കാരനാണെങ്കിൽ വധശിക്ഷ നൽകാമെന്ന വിവിധ ഹൈക്കോടതി പ്രസ്താവനകളും കോടതി നിരീക്ഷിച്ചു. സാക്ഷികൾ കൂറുമാറാതിരിക്കാനായി അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകളും കോടതി മുഖവിലക്കെടുത്താണ് കോടതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെന്താമരയ്ക്ക് വധശിക്ഷ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും വിധി നടപ്പാക്കുന്നതുവരെ തങ്ങൾക്ക് ഭയമുണ്ടെന്നും സുധാകരന്റെ മക്കളായ അതുല്യയും അഖിലയും സജിതയുടെ സഹോദരി സരിതയും പ്രതികരിച്ചു. വിധിക്ക് ശേഷമാണ് ഇവർ മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയത്. ചെന്താമര ജയിൽ ചാടാനുള്ള സാധ്യതയുണ്ടെന്നും ഈ ആശങ്കകളും ഇവർ പങ്കുവച്ചു. ചെന്താമരയ്ക്ക് വധശിക്ഷ ലഭിച്ചതിൽ സന്തോഷമുണ്ട്. അമ്മ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് അച്ഛൻ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊന്നത്. അതുകൊണ്ട് തന്നെ ചെന്താമരയിൽ ജയിൽ ചാടാനും തങ്ങളെ കൊല്ലുമെന്ന ഭയവുമാണ് അതുല്യയ്ക്കും അഖിലയ്ക്കുമുള്ളത്. ഉറ്റവരാരുമില്ലാത്ത പോത്തുണ്ടിയിലേക്ക് ഇനി പോകുന്നില്ലെന്നും ഇവർ പറഞ്ഞു. പോത്തുണ്ടിയിലെ എല്ലാവർക്കും ചെന്താമരയെ ഭയമാണ്. ചെന്താമര ജയിൽ ചാടുമോ എന്ന ഭയമുണ്ടെന്നും അഖിലയെയും അതുല്യയെയും ഇനി പോത്തുണ്ടിയിലേക്ക് വിടുന്നില്ലെന്നായിരുന്നു സരിതയുടെ പ്രതികരണം. സുധാകരന്റെ രണ്ടാമത്തെ മകൾ അഖിലയ്ക്ക് സർക്കാർ ജോലി നൽകണമെന്ന കോടതി നിർദ്ദേശം ചെന്താമരയുടെ വധശിക്ഷയും എത്രയും വേഗം നടപ്പിലാക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. അതേസമയം സംസ്ഥാനത്ത് വധശിക്ഷിക്കപ്പെട്ട 38ാമത്തെയാളാണ് ചെന്താമര. അതുകൊണ്ട് വധശിക്ഷ വർഷങ്ങൾ നീണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വച്ഛ് സർവേക്ഷന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭ വരച്ച ചിത്രങ്ങൾക്ക് മുന്നിൽ റെയിൽവേ കോൺട്രാക്ട് നൽകിയ കരാറുകാരൻ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച വിഷയം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി.
രേഖാമൂലം ചിത്രം വരയ്ക്കാതിരുന്നത് നഗരസഭയുടെ ഉത്തരവാദിത്തമില്ലായ്മയായി പോയെന്ന് BJP കൗൺസിലർ EP നന്ദകുമാർ പറഞ്ഞു. അതേസമയം റെയിൽവേ നഗരസഭയോട് കാണിച്ച അധിക്ഷേപം പോലെയായിപ്പോയെന്ന് കോൺഗ്രസിലെ കൗൺസിലർ K കൃഷ്ണകുമാറും ചൂണ്ടിക്കാട്ടി. അതേസമയം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും ADRMുമായി സംസാരിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭ അധികൃതരും വ്യക്തമാക്കി. സ്വച്ഛ് സർവേഷന്റെ ഭാഗമായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുൻവശത്തുള്ള ചുമരിൽ ഷൊർണൂർ നഗരസഭ വരച്ച ചിത്രങ്ങൾക്ക് മുന്നിൽ റെയിൽവേ കോൺട്രാക്ട് നൽകിയ കരാറുകാരൻ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച വിഷയം വാർഡ് കൗൺസിലർ ബിന്ദുവാണ് കൗൺസിൽ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ADRMുമായി സംസാരിച്ചത് പ്രകാരമാണ് നേരത്തെ ചിത്രങ്ങൾ വരച്ചതെന്നും ബോർഡുകൾ നീക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ അധികാരികൾക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും സെക്രട്ടറി PS രാജേഷ് മറുപടി അറിയിച്ചു. എന്നാൽ ഈ വിഷയത്തിൽ നഗരസഭയുടെ ഉത്തരവാദിത്തമില്ലായ്മയാണെന്ന് BJPയിലെ EP നന്ദകുമാർ ചൂണ്ടിക്കാട്ടി. നിയമപ്രകാരം രേഖാമൂലം ചിത്രങ്ങൾ വരയ്ക്കുകയായിരുന്നുവെങ്കിൽ ഈ സ്ഥിതി വരില്ലായിരുന്നുവെന്നും EP നന്ദകുമാർ പറഞ്ഞു. ഉത്തരവാദിത്തമില്ലായ്മ നമ്മളോട് പറഞ്ഞില്ല. ഇവിടെ മാത്രമല്ല, നാളെ നമുക്ക് റെയിൽവേ ചെയ്യും. നാളെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ PWDയുടെ ചുമതലയിൽ നമ്മൾ ഇറിഗേഷൻ ചുമതലയിൽ നമ്മൾ ചെയ്യണം. ഇവിടെ എല്ലാം അടിയന്തരമായി നമ്മൾ കത്ത് കൊടുത്ത് രേഖാമൂലം അതിന് പെർമിഷൻ എടുക്കണമെന്നാണ് അല്ലെങ്കിൽ ഈ എഴുതിയ ചിത്രങ്ങളെല്ലാം കൊണ്ടും ആരെങ്കിലും അവരവരുടേതായ രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് ഒരുപാട് അതായത് ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും നമ്മളൊരു എതിരഭിപ്രായം ആലോചിച്ചു. ആരാണെങ്കിലും ഈ വിഷയത്തിൽ നഗരസഭയോടൊപ്പം നമ്മൾ നിൽക്കും. പക്ഷേ നഗരസഭ ചെയ്യുന്ന ചില കാര്യങ്ങൾ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് റെയിൽവേയാണ് അത് വേറൊരു നിയമവും മറ്റു കാര്യങ്ങളും. റെയിൽവേ നഗരസഭയോട് കാണിച്ച അധിക്ഷേപം പോലെയായിപ്പോയെന്ന് കോൺഗ്രസിലെ കൗൺസിലർ K കൃഷ്ണകുമാറും പറഞ്ഞു. റെയിൽവേ അധികാരികളുമായി നഗരസഭാ അധികാരികൾ വീണ്ടും സംസാരിക്കണമെന്നും K കൃഷ്ണകുമാർ പറഞ്ഞു. ചന്തത്തിലുമൊക്കെ ചെയ്തിട്ട് അതിന്റെ മേലെ ഒന്നിനും ഇല്ലാത്ത എന്തെങ്കിലും ഒരു ബന്ധപ്പെട്ട ബോർഡുകളാണ് ഈ പോട്ടെ, അത് ഇത് ലേലം കൊടുത്ത കോൺട്രാക്റ്റുകാരന്റെ ബോർഡുകൾ നടുന്നതിനെ വെച്ച് നമ്മുടെ മൊത്തം ചിത്രങ്ങൾ മറച്ചപ്പോ ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു പരിഹാസ രൂപത്തിലാണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കരാറുകാരൻ ഒരു കാര്യം ആലോചിക്കേണ്ടതായിരുന്നു. അയാളുടെ പരസ്യം ഒരു ബോർഡിൽ ഒതുക്കിക്കൊണ്ട് ഈ നറുനുറുന്ന ബോർഡുകൾ വെച്ച് ചെയ്യുന്ന ഒരു രീതി ശരിയായ രീതിയല്ല. അതേസമയം സെക്രട്ടറിയും താനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും വൈസ് ചെയർമാൻ VK അനുരാജ് പറഞ്ഞു. കരാറുകാരൻ തികച്ചും മര്യാദക്കേടാണ് കാണിച്ചത്. ശനിയാഴ്ച ഷൊർണൂരിൽ എത്തുന്ന ADRമുമായി ഈ വിഷയം സംസാരിച്ച ശേഷം തുടർ നടപടികൾ ആലോചിക്കുമെന്നും VK അനുരാജ് പറഞ്ഞു. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ നാട്ടിലാണല്ലോ നമ്മൾ പൊതുപ്രവർത്തനം നടത്തുന്നത് എന്നൊരു തിരിച്ചറിവാണെന്ന് തോന്നി. സാധാരണ അന്നം കഴിക്കുന്ന ആളും അത്യാവശ്യം നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കൊക്കെ അറിയാം. ആ സ്ഥലത്ത് ഇവര് പരസ്യം വേണമെങ്കിൽ ഒരു ബോർഡ് വയ്ക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ പരസ്യം കഴിക്കണം, ഇതാ ബോർഡ് മറയ്ക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൊണ്ട് ചെയ്തതാണ്. ഇപ്പൊ എന്താ വെച്ചാൽ നമ്മള് അവര് ചിന്തിക്കണ പോലെ അവരുടെ ഇതിപ്പോ ചെയ്താണെന്ന് ഒരു നിലവാരമൊക്കെ നമ്മൾ ആലോചിച്ചപ്പോ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാവുന്നതോടാണുള്ള ഒരു മനുഷ്യൻ ഇടപെട്ടാൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്നത്. ഇത് നിലവിൽ സ്വച്ഛദോഷം പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടൊരു പരസ്യം. നഗരസഭയുടെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വൈകിട്ട് 6 മണിക്ക് ശേഷം ഡോക്ടർമാർ ചികിത്സയ്ക്ക് ഇല്ലാത്ത വിഷയം അടക്കമുള്ള കാര്യങ്ങളും കൗൺസിൽ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നു. 41 അജണ്ടകളും 5 സപ്ലിമെൻ്ററി അജണ്ടകളും ഉൾപ്പെടെ ആകെ 46 അജണ്ടകളാണ് തിങ്കളാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിന് മുൻപാകെ വന്നത്. ന്യൂസ് സെൻ്റർ ഷൊർണൂർ. UDFനെ നിയന്ത്രിക്കുന്നത് RSSും BJPയുമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു. രാഷ്ട്രീയ വിവരക്കേടിൻ്റെ പര്യായമായി K മുരളീധരൻ മാറിയെന്നും സുരേഷ് ബാബു പറഞ്ഞു. CPIയിൽ നിന്നും വിട്ട് CPMൽ വന്നവർക്ക് മണ്ണൂരിൽ നൽകിയ സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു N സുരേഷ് ബാബു. കാരണം ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ശരിയായ രാഷ്ട്രീയ ബദൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് രാജ്യത്തെ CPM, കേരളത്തിലെ CPI. രാജ്യത്തും കേരളത്തിലും ഒരേപോലെ നമ്മുടെ പാർട്ടി ആ നിലയ്ക്ക് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ തുടരെ CPMനെ തകർക്കാനുള്ള വ്യാപകമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രചാരവേലകളല്ലേ ഈ രാജ്യത്ത്
കേരളത്തിൽ മാത്രമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ. അപൂർവ കാഴ്ച കാണാൻ വലിയ ജനാവലിയാണ് എത്തിച്ചേർന്നത്. യോഗത്തിൽ TR ശശി അധ്യക്ഷത വഹിച്ചു. തിരിച്ച് മാതൃസംഘടനയിലേക്ക് വന്നവരെ ഒരു പോറലുമേൽക്കാതെ സംരക്ഷിക്കുമെന്നും യാതൊരു ഉപാധിയുമില്ലാതെ വന്ന അംഗങ്ങളെ വളരെ സ്നേഹത്തോടെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം തുടർന്ന് പറഞ്ഞു. ജില്ലാ സെക്രട്ടറി പതാക കൈമാറിയതോടെ സദസ്സ് മുദ്രാവാക്യം ആർത്തുവിളിച്ചു. 200ഓളം പാർട്ടി മെമ്പർമാരും അവരുടെ കുടുംബാംഗങ്ങളും സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാതൃസംഘടനയിലേക്ക് മടങ്ങിയെത്താനുള്ള കാരണം N തങ്കപ്പൻ വിശദീകരിച്ചു. മറ്റൊന്നുള്ളത് 5 വാർഡുകളിൽ മത്സരിക്കുമ്പോൾ 10 വാർഡിലെ വോട്ട് ഞങ്ങളുടെ സഖാക്കൾ എവിടെയാണ് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ജില്ലാ സെക്രട്ടറി പറഞ്ഞ മനസ്സാക്ഷി വോട്ട് ചെയ്യാനാണ്. ഒരിക്കലും സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് വരേണ്ട വാക്കല്ലായിരുന്നു. ഇത്രയും പ്രവൃത്തി ചെയ്തിട്ടും ഞങ്ങൾ അടിത്തട്ടിലെ പാർട്ടി പ്രവർത്തകരെയും അവരെയും വികാരത്തിൻ്റെ ഒപ്പമാണ് ഞങ്ങൾ നിന്നത്. പക്ഷേ നേതൃത്വം അതിന് തിരിച്ചെതിരായി. മണ്ണൂരിൽ നിന്നും ജില്ലാ നേതൃത്വം എടുത്ത നിലപാടിനോട് യോജിക്കുന്ന 2 ആളുകളേ ഉള്ളൂ. ഇപ്പോൾ അവർ 4 ദിവസം മുമ്പ് അവരുടെ കൺവെൻഷൻ നടത്തി. കൺവെൻഷനാണെന്ന് പറഞ്ഞ് പത്രത്തിലൊക്കെ വന്നു. അതിലാകെ 3 പാർട്ടി മെമ്പർമാരാണ് മണ്ണൂരിൽ നിന്ന്. 225 ആളുകളിൽ 3 പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഞങ്ങളോടൊപ്പം. മുൻ MLA അഡ്വക്കേറ്റ് ശാന്തകുമാരി, ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ്, MR മുരളി, OV സ്വാമിനാഥൻ, N തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് CPI വിട്ട് 200-ലേറെ പാർട്ടി അംഗങ്ങളെ CPM നേതാക്കൾ ഷാളിട്ട് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം ഭാഗത്തു നിന്നും ചെർപ്പളശ്ശേരി ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് പൂർണ്ണം. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പണിമുടക്ക് നടത്തിയത്. റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ ഈ മാസം 27 മുതൽ അനിശ്ചിതകാല സമരത്തേക്ക് നീങ്ങുമെന്നും ബസ് ഉടമകളുടെ സംയുക്ത സമര സമിതി നേതാക്കൾ വ്യക്തമാക്കി. 70ഓളം ബസ്സുകൾ സർവീസ് നടത്തുന്ന ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് ചെയ്സുകളും ടയറുകളും ലീവ് സെറ്റുകളും ഫുട്ബോർഡ് വാഹനത്തിന്റെ ബോഡി, ഗ്ലാസുകൾ എന്നിവ സ്ഥിരമായി കേടുപാടുകൾ ഉണ്ടാകുന്നത് സ്ഥിരം പതിവാണ്. വലിയ സാമ്പത്തിക നഷ്ടമാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്. പല ബസ്സുകളും പാതി വഴിയിൽ വെച്ച് സർവീസ് നിർത്തിവെക്കേണ്ടി വരുന്നതും സ്റ്റോപ്പുകളിൽ നിന്നും സമയത്തിന് ആളുകളെ കയറ്റാൻ പറ്റാതെയാണ് പോകുന്നത്. ഭീമമായ സാമ്പത്തിക നഷ്ടം സഹിച്ച് 2 വർഷത്തോളമായാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ടിൽ സർവീസ് നടത്താൻ ജീവനക്കാർ തയ്യാറാകാത്ത സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിനൊരു പരിഹാരം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് സർവീസ് നിർത്തിവെച്ചുകൊണ്ട് സൂചനാ സമരം നടത്തിയത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ ഇനിയൊരു മുന്നറിയിപ്പ് കൂടാതെ 27 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്ന് ചെർപ്പളശ്ശേരി ഒറ്റപ്പാലം ബസ് ഉടമ സംയുക്ത സമരസമിതി ഭാരവാഹികളായ PK സിദ്ദിഖ്, അലി ജയ്ഹിന്ദ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലോകകപ്പ് ആവേശപ്പോരിൽ പാലക്കാട് നഗരത്തിലും ആരാധകരുടെ ആഹ്ലാദ പ്രകടനം. പാലക്കാട് മേപ്പറമ്പിലാണ് പടക്കം പൊട്ടിച്ചും ജയ ആരവങ്ങൾ മുഴക്കിയും വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനങ്ങളും കാഴ്ചവെച്ചും ആയിരുന്നു സ്പെയിൻ ആരാധകരുടെ ആഹ്ലാദ പ്രകടനം നടന്നത്. വിജയ ആഹ്ലാദം അതിരുവിട്ടതോടെ പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഗതാഗത തടസ്സവും ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ട ശേഷമാണ് ഇത് പരിഹരിക്കാനായത്. വിജയാഹ്ലാദം അതിരുവിട്ട് പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഗതാഗത തടസ്സമുണ്ടായതോടെ പോലീസ് ഇടപെട്ട് ആരാധകരെ നീക്കി. ലോകകപ്പിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം കാണാൻ രാത്രി 8 മണി മുതൽ തന്നെ പാലക്കാട് പറമ്പിൽ ബിഗ് സ്ക്രീനിൽ സംവിധാനമൊരുക്കിയിരുന്നു. 500-ലധികം കാൽപന്ത് ആരാധകരാണ് കളി കാണാനെത്തിയത്. സംഘാടകർ പ്രതീക്ഷിച്ചിലധികം കായിക പ്രേമികൾ എത്തിയതോടെ റോഡിലും തിരക്കായി. മേപ്പറമ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ലോകകപ്പ് ഫൈനൽ കാണാനുള്ള ബിഗ് സ്ക്രീൻ സംവിധാനം ഒരുക്കിയത്. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയപ്പോൾ സ്ക്രീനിന് മുന്നിൽ കണ്ടത് അർജന്റീന ആരാധകരുടെ നെഞ്ചിരിപ്പായിരുന്നു. അവസാന സമയം വരെയും മിന്നും പ്രകടനവുമായി സ്പെയിൻ ലോകകപ്പിന്റെ 2ാം കിരീടം മുത്തമിട്ടതോടെ സ്പെയിൻ ആരാധകരുടെ ആർപ്പുവിളികളും ആവേശവും ഇരട്ടിച്ച സമയം അർജന്റീന ആരാധകരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. പിന്നീട് ആഹ്ലാദ പ്രകടനത്തിന്റെ നിമിഷങ്ങളായിരുന്നു. ആകാശത്തേക്ക് ചൈനീസ് പടക്കങ്ങളുടെ വർണ്ണവിസ്മയം, റോഡിൽ ബൈക്കും ജീപ്പും കൊണ്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ, സ്പെയിനിന്റെ വിജയത്തിൽ ജയ്വിളിയും ആരാധകരുടെ ആവേശവും അതിരുവിട്ടതോടെ പാലക്കാട് കുളപ്പുള്ളിപ്പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഒടുവിൽ പോലീസെത്തി റോഡിൽ നിന്നും ഫുട്ബോൾ ആരാധകരെ ഒഴിവാക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള അൽ സുലൈത്തി കല്യാണ മണ്ഡപത്തിൽ നിന്നും സ്വർണ്ണമാല മോഷണം പോയതായി പരാതി. ചെറുതുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചെറുതുരുത്തി പള്ളം പാറക്കൽ വീട്ടിൽ ഷഹനയാണ് സ്വർണം നഷ്ടപ്പെട്ടതായി ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം നടന്ന വിവാഹ ചടങ്ങിനിടെ ഉച്ചയ്ക്ക് 3 മണിയോടെ 24 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണവളയാണ് മോഷണം പോയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ ആന്റണി ക്രോംസൺ ആറൂജ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ആവശ്യമായി എത്തുന്നവരെ കേൾക്കാനുള്ള മനസ്സുള്ളവരായി വിദ്യാർത്ഥികൾ മാറണമെന്ന് KPCC സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം
നസീമ റിയാസിൻ്റെ നേതൃത്വത്തിൽ പത്തിരിപ്പാല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹം വേദനിക്കുന്നവരെ ചേർത്ത് പിടിച്ച ആളായിരുന്നു. നമ്മുടെ മക്കളും അതുപോലെ വളർന്ന വലുതാവണം. നമ്മൾ വളർന്നു നിങ്ങൾ നാളെ ആരായാലും നിങ്ങളോട് ആവശ്യം പറയാൻ വരുന്നവരെ കേൾക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. നമ്മുടെ പലർക്കുമില്ല. നമ്മുടെ നാട്ടിൽ പല ആളുകളോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞ് പോയാൽ പ്രത്യേകിച്ച് അവരോട് പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. എല്ലാ കാര്യത്തിലും മെമ്പറെ വിളിക്കും. അതുപോലെ തന്നെയാണ് MLA ആയാലും MP ആയാലും ഒക്കെ അവർക്ക് കൂടുതൽ മേഖലകളുണ്ട്. പഞ്ചായത്ത് മെമ്പറുടെ വാർഡ് മാത്രം നോക്കിയാൽ മതി. ഈ നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് ജാതി മത വർണ്ണ വർഗ ചിന്തകൾക്കൊക്കെ അതീതമായി നമുക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. AVM ബഷീർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാർഡിലെ SSLC +2 വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. പ്രധാനാധ്യാപിക അനിത ടീച്ചർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C വിനയൻ മാസ്റ്റർ, കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഹുസൈൻ ഷഫീഖ്, മണ്ഡലം പ്രസിഡന്റ് PK അശ്വജിത്ത്, വ്യാപാരി പ്രതിനിധി TH സൈനുദ്ദീൻ, PH സക്കീർ ഹുസൈൻ, MKM റിയാസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. വാർഡംഗം നസീമ റിയാസ് സ്വാഗതവും M ഷമീർ ചന്ദനപ്പുറം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോങ്ങാട് നിയോജകമണ്ഡലത്തിൽ KA തുളസി ടീച്ചർ വിജയിച്ചാൽ വാർഡിലെ മുഴുവൻ പേർക്കും സ്നേഹവിരുന്ന് ഒരുക്കുമെന്ന് റിട്ടയർഡ് അധ്യാപകൻ കല്ലൂർ സ്വദേശി മൂസക്കുട്ടി മാസ്റ്റർ വാക്കു പാലിച്ചിരിക്കുന്നു. സ്നേഹവിരുന്നിൽ നിരവധി പേർ പങ്കെടുക്കുകയും ചെയ്തു. മന്ത്രി KA തുളസി സ്നേഹവിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തു. കോങ്ങാട് മണ്ഡലത്തിൽ തുളസി ടീച്ചർ വിജയിച്ചാൽ നാടിലെ മുഴുവൻ പേർക്കും സ്നേഹവിരുന്നൊരുക്കുമെന്ന് ഇലക്ഷൻ സമയത്ത് കല്ലൂർ സ്വദേശി മൂസക്കുട്ടി മാസ്റ്റർ വാക്കു നൽകിയിരുന്നു. ആ വാക്ക് പാലിക്കുകയായിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് നാട്ടുകാർക്ക് സ്നേഹവിരുന്നൊരുക്കിയത്. 1000-ഓളം പേരാണ് കല്ലൂരിൽ ഒരുക്കിയ സ്നേഹവിരുന്നിൽ പങ്കെടുത്തത്. നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ് ഒരുക്കിയത്. വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി രാഷ്ട്രീയം മറന്ന് ആളുകൾ ധാരാളം എത്തിയിരുന്നു. മൂസക്കുട്ടി മാസ്റ്ററെയും അനുമോദിക്കാൻ മന്ത്രി തുളസിയും എത്തി. സ്നേഹവിരുന്നിൽ പങ്കെടുത്ത് അനുമോദിച്ചാണ് മടങ്ങിയത്. UDF നേതാക്കളും പ്രവർത്തകരും സ്നേഹവിരുന്നിൽ പങ്കെടുത്തു. കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് VK ശ്രീകണ്ഠൻ MP ആയി വിജയിച്ചപ്പോഴും മൂസക്കുട്ടി മാസ്റ്റർ സ്നേഹവിരുന്നൊരുക്കിയിരുന്നു. കേരളശ്ശേരി AUP സ്കൂളിൽ നിന്നും വിരമിച്ച കല്ലൂർ സ്വദേശിയായ മൂസക്കുട്ടി മാസ്റ്റർ അധ്യാപക സംഘടനയുടെ സജീവ പ്രവർത്തകനും മുൻകാല നാടക നടനുമായിരുന്നു. അവർ ജയിക്കുകയാണെങ്കിൽ ഞാൻ ഈ പ്രദേശത്തുള്ള കോൺഗ്രസിൻ്റെ അല്ല പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ഒരു നേരത്തെ ഭക്ഷണം, അത് ബിരിയാണിയോ നെയ്ച്ചോറോ എന്തായാലും വേണ്ട കൊടുക്കാൻ തീരുമാനിച്ചതാണ്. അത് തുളസി ടീച്ചർ ജയിച്ചു, ഇപ്പം മന്ത്രിയായി. അപ്പോൾ എൻ്റെ വാക്ക് ഞാൻ പാലിച്ചു. അതാണ് വ്യത്യാസം. അതൊരു 10-700 ആൾക്കെങ്കിലും കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ MLA മാർ ജയിച്ചാൽ ചെയ്യാറുണ്ട്. മുമ്പ് MP ജയിച്ചിട്ട് 2 പ്രാവശ്യം ചെയ്തു. പിന്നെ മംഗല പഞ്ചായത്ത് MP പറഞ്ഞ പഞ്ചായത്ത് മെമ്പർ, ആ മെമ്പർ ജയിച്ചപ്പോഴും ഞാൻ ഭക്ഷണം നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തുളസി ടീച്ചർ 4ാമത്തെ പ്രാവശ്യമാണ് തുളസി ടീച്ചർക്ക് വേണ്ടി ഭക്ഷണം നൽകുന്നത്. ജയിച്ചാൽ അങ്ങനെ ചെയ്യും, അല്ല ജയിക്കാൻ വേണ്ടിയിട്ടല്ല, ജയിച്ചാൽ. നേതാക്കളായ MV രമേശ്, N അച്യുതൻകുട്ടി, വിനയൻ മാസ്റ്റർ, കനകദാസ്, K ശിവാനന്ദൻ, TP മോഹൻദാസ്, KK അലി, AA അബ്ദുൽ നാസർ, അപ്പുകുട്ടൻ, KKA റഹ്മാൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കാരക്കാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നടന്ന കർക്കിടക മാസത്തിലെ ഷഷ്ടി ആഘോഷങ്ങൾ ഭക്തി നിർഭരമായി. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച വിപുലമായ പരിപാടികളും ക്ഷേത്രത്തിൽ നടന്നു വരികയാണ്. അഭിഷേകങ്ങൾ, ഗണപതി ഹോമം, തന്ത്രിപൂജ എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ഷഷ്ടിയൂട്ടും വൈകിട്ട് ദീപാരാധനയോടൊപ്പം നിറമാലയും നടന്നു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികളാണ് നടന്നു വരുന്നത്. എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമവും രാവിലെ 7 മണിക്ക് രാമായണ പാരായണവും നടക്കുന്നുണ്ട്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പ്രത്യേക ഭഗവത് സേവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 15 ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ലക്ഷാർച്ചനയും നടക്കും. ക്ഷേത്രം തന്ത്രി ശ്രീ തീയന്നൂർ ശങ്കരനാരായണനുണ്ണി നമ്പൂരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ നടക്കുകയെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വെറ്ററൻസ് ഓഫ് KV ഏരിയ വിമുക്തഭടന്മാരുടെ കുടുംബയോഗം കേന്ദ്രീയ വിദ്യാലയ പരിസരത്ത് നടന്നു. യോഗം രവീന്ദ്രൻ ഏരാടി ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് ക്യാപ്റ്റൻ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു. വരാനുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് വൈസ് പ്രസിഡന്റ് വിശദീകരണം നടത്തി.
ഓണാഘോഷം, സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ, ലേഡീസ് ഗ്രൂപ്പ് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തു. യോഗത്തിൽ ട്രഷറർ വി രഘു നന്ദിയും പറഞ്ഞു. KSSVU വാണിയംകുളം യൂണിറ്റ് കൺവെൻഷൻ മനുഷ്യരി KM ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. KSSVU സംസ്ഥാന കമ്മിറ്റി അംഗം NP കോമളം പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് C രാജലക്ഷ്മി അധ്യക്ഷയായിരുന്നു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി K രാധാദേവി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി NM നാരായണൻ നമ്പൂതിരി നവാഗതരെ സ്വീകരിച്ചു. 80 വയസ്സ് പൂർത്തിയായവരെ യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് P വാസുദേവൻ ഉണ്ണി ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി PM ശങ്കരനാരായണൻ സ്വാഗതവും ട്രഷറർ OP ജനനിവാസൻ നന്ദിയും പറഞ്ഞു. ഷൊർണൂർമുണ്ടായ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിൻ്റെ ഭാഗമായി പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. ക്ഷേത്രത്തിൽ തീയാട്ടും അരങ്ങേറി. ചടങ്ങിന്റെ ആദ്യപടിയായി കൂറയിടൽ, ഉച്ചപ്പാട്, കളമെഴുത്ത്, കളപൂജ, കൊട്ടുംപാട്ടും മുല്ലക്കൽപ്പാട്ട്, ഈടും കൂറും എന്നീ ചടങ്ങുകൾക്ക് ശേഷം കോമരം വെളിച്ചപ്പെട്ട് കളം വായിക്കുന്നു. ശേഷം ഭൂതഗണങ്ങളെ പ്രീതിപ്പെടുത്താനായി പ്രതീകാത്മകമായി തേങ്ങ ഉടയ്ക്കുന്ന ചടങ്ങോടുകൂടിയാണ് തീയാട്ട് അവസാനിക്കുന്നത്. മുണ്ടായ തീയാടി രുക്മണി ഉണ്ണികൃഷ്ണൻ ദമ്പതികളുടെ മകൻ ബിടെക്കാരനും 21 വയസ്സുകാരനുമായ TU സിദ്ധാർത്ഥന്റെ കോമരം കെട്ടി ആടുന്ന അരങ്ങേറ്റം കൂടിയായിരുന്നു. അനുഷ്ഠാന ക്ഷേത്രകലയായ തീയാട്ട് എന്ന കലാരൂപത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യവുമായി ഇറങ്ങിയ ഈ ചെറുപ്പക്കാരന്റെ പ്രകടനം കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് ഒഴുകിയെത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. നെന്മാറ ഇരട്ടക്കൊലപാതകം പ്രതി ചെന്താമരയ്ക്ക് നാട് ആഗ്രഹിച്ച തൂക്കുകയർ. വിവാദങ്ങൾ പാടെ തള്ളിയാണ് പാലക്കാട് സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് വിധി പ്രസ്താവന നടത്തിയത്. തൂക്കുകയറിന് പുറമെ 20 ലക്ഷം രൂപ പ്രതി കെട്ടിവെക്കണമെന്നും സുധാകരന്റെ മക്കൾക്ക് തുക നൽകണമെന്നും കോടതി. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും പ്രതി ഒരു തരത്തിലുള്ള ദയം അർഹിക്കുന്നില്ലെന്നും സെഷൻസ് കോടതി. ചെന്താമരയ്ക്ക് വധശിക്ഷ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും വിധി നടപ്പിലാക്കുന്നതുവരെ ഭയമാണെന്നും സുധാകരന്റെ മക്കളായ അതുല്യയും അഖിലയും സജീതുരെ സഹോദരി സരിതയും. ചെന്താമര ജയിൽ ചാടാനുള്ള സാധ്യതയുണ്ടെന്നും കുടുംബം. സ്വച്ഛ് സർവേഷന്റെ ഭാഗമായി ഷൊർണൂർ നഗരസഭ വരച്ച ചിത്രങ്ങൾക്ക് മുന്നിൽ റെയിൽവേ കോൺട്രാക്ട് നൽകിയ കരാറുകാരൻ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച വിഷയം കൗൺസിൽ യോഗത്തിൽ ചർച്ചയായി. രേഖാമൂലം ചിത്രം വരയ്ക്കാതിരുന്നത് നഗരസഭയുടെ ഉത്തരവാദിത്തമില്ലായ്മയായി പോയെന്ന് EP നന്ദകുമാർ. റെയിൽവേ നഗരസഭയോട് കാണിച്ച അധിക്ഷേപം പോലെയായിപ്പോയെന്ന് K കൃഷ്ണകുമാർ. വിഷയത്തിൽ നഗരസഭാ അധികൃതർ ഇടപെട്ടിട്ടുണ്ടെന്നും ഷൊർണൂരിലെത്തുന്ന ADRമുമായി സംസാരിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ അധികൃതർ. കൗൺസിൽ യോഗത്തിന് മുൻപാകെ വന്നത് ആകെ 46 അജണ്ടകൾ. ഒറ്റപ്പാലത്തു നിന്നും ചെറുപ്പളശ്ശേരി ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് പൂർണ്ണം. പണിമുടക്ക് ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട്. റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ഈ മാസം 27 മുതൽ അനിശ്ചിതകാല സമരമെന്നും ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതി. UDFനെ നിയന്ത്രിക്കുന്നത് RSSും BJPയുമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. രാഷ്ട്രീയ വിവരക്കേടിന്റെ പര്യായമായി K മുരളീധരൻ മാറിയെന്നും CPM ജില്ലാ സെക്രട്ടറി. CPIൽ നിന്നും മാതൃസംഘടനയിലേക്ക് തിരികെ വന്നവർക്ക് മണ്ണൂരിൽ ഉജ്ജ്വല സ്വീകരണമൊരുക്കി. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശപ്പോരിൽ പാലക്കാട് നഗരത്തിലും ആരാധകരുടെ ആഹ്ലാദ പ്രകടനം. പാലക്കാട് മേപ്പറമ്പിൽ പടക്കം പൊട്ടിച്ചും ജയാരവങ്ങൾ മുഴക്കിയും വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയും സ്പെയിൻ ആരാധകരുടെ ആഹ്ലാദ പ്രകടനം. വിജയാഹ്ലാദം അതിരുവിട്ടതിനെ തുടർന്ന് പാലക്കാട് കുളപ്പള്ളി പാതയിൽ ഗതാഗത തടസ്സം നീക്കിയത് പോലീസ് ഇടപെട്ടതിനെ തുടർന്ന്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.